അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി. വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പരിഹാരം ഇല്ല. ചുക്ക ഏതാ ചുണ്ണാൻ ഭേദം ആ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്കും അറിയത്തില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറഞ്ഞിട്ട് നടക്കുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും. പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാ കുഴപ്പമില്ലെന്ന്. ഇത് എന്ത് സിസ്റ്റമാണത് ഇത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകള്. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഇവനെയൊക്കെ പിന്നെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുകിടക്കുക പോറ്റുവാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. നിയമം പരിഷ്കരിക്കണം, വിദ്യാഭ്യാസ സിസ്റ്റം പരിഷ്കരിക്കണം. വിദ്യാഭ്യാസ രീതിയൊക്കെ ഏത് കാലത്തുള്ളതാണ്? ഒരു കാര്യമില്ലാതില്ല. അതാ ഞാൻ പറഞ്ഞിട്ട് അതിന് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മേൽത്തളത്തിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും സ്കൂളിന് തീരുമാനം എടുക്കാൻ പറ്റൂ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു കളക്ടർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പം അതിന് ആദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവണ്ടേ? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞാനതാ പറഞ്ഞു, ചുക്കേതായിട്ട് ഉണ്ണാൻ ഭേദം തിരിച്ചറിയാനുള്ള ബോധം. ഒരാളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക, അത് മനസ്സിലായെങ്കിലല്ലേ ശരി അത് കൊള്ളാവുന്ന ഒരു പരിപാടിയാ, നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മൾ ആട് ഒന്നാവണം എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ? അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ.